കയ്പമംഗലം ജാമിയ ബുസ്താനുൽ ഉലൂം സ്ഥാപിച്ച കരുണ ഭവൻ റീഹാബിലിറ്റേഷൻ വില്ലേജ് ആൻഡ് റിസർച്ച് സെന്ററിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഹോട്ട്ബാക്ക് MD അബ്ദുൽ ജബ്ബാർ നിർവഹിച്ചു. കിട്ടിയ സമ്പത്തിനെ സമൂഹ നന്മയ്ക്കായി ഉപയോഗിക്കുന്നു, അവരാണ് നന്മ ചെയ്യുന്നവർ. അത് രക്ഷിതാവിൽ നിന്നുള്ള താക്കീത് കൂടി അദ്ദേഹം നമ്മൾ ഓർമ്മിപ്പിച്ചു. അതായത് നമുക്ക് ഐശ്വര്യം ഉണ്ടായി, സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടായി, അത് വേണ്ട വിധം ഉപയോഗപ്പെടുത്താതിരിക്കുക, അതായത് അത് സമൂഹ നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താതിരിക്കുന്നവർക്കായിട്ടൊരു താക്കീതും പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതായിട്ട് പറഞ്ഞു. വിവിധ മതങ്ങളിൽ വ്യത്യസ്ത വേദങ്ങളിലൊക്കെ ഇതേ ആശയം തന്നെ പങ്കുവെക്കുന്നുണ്ട്. ഇസ്ലാമിൽ അത് കുറച്ചുകൂടെ വസ്തുനിഷ്ഠമായിക്കൊണ്ട്, കുറച്ചുകൂടെ അതിനെ ആധികാരികമായിക്കൊണ്ട്, ശക്തമായിക്കൊണ്ട് താക്കീത് കൊടുത്തത് കൊണ്ട് കൂടുതൽ ഇസ്ലാം മത വിഭാഗത്തിലുള്ളവർ കൂടുതൽ ദാനധർമ്മങ്ങൾ ചെയ്യുന്നതായിട്ട് കാണാം. എന്തായാലും ഇത് ഇങ്ങനൊരു കെട്ടിടം പണിതു എന്നുള്ളത് കൊണ്ട് ആ കെട്ടിടം ഒരിക്കലും കരുണ ഉത്ഭവിപ്പിക്കുന്നില്ല. ആ കെട്ടിടത്തിലുള്ള അതിനുള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ, അതിൻ്റെ പ്രവർത്തകരാണ്, അവരുടെ മനസ്സ്, അവരുടെ പ്രവർത്തനം, അവരുടെ വാക്കുകൾ, അതാണ് കരുണ ജനിപ്പിക്കുന്നത്. അതാണ് ഈ കുട്ടികളുടെ കഴിവുകളെ ഉയർത്തിയെടുത്ത് കൊണ്ടുവന്ന് അവർക്ക് സമൂഹത്തിന് അവർക്കും കൂടി കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ടാവും. നമ്മളെപ്പോലെ തന്നെ പല രീതിയിലുള്ള കഴിവുകൾ ഉള്ളവരാണ് ഈ ഇരിക്കുന്നവർ. ബുസ്താൻ സെക്രട്ടറി PK മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. അവർക്ക് അനുയോജ്യമായ രീതിയിലുള്ള ഒരു കെട്ടിടം പണിത് അവരെ നല്ല നിലയിൽ താമസിപ്പിക്കൽ, അവരെ പരിചരിക്കൽ വളരെ അത്യാവശ്യമാണ് എന്ന് മനസ്സിലാക്കിയതിൻ്റെ പേരിലാണ് നമ്മളിങ്ങനെ ഒരു പരിപാടി, ഒരു പദ്ധതി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാൻ ശ്രമിച്ചത്. ആ വിവരം നമ്മുടെ ഇന്ന് ഉദ്ഘാടകനായ ജബ്ബാർ സാഹിബിനെ ധരിപ്പിച്ചപ്പോൾ അദ്ദേഹം അത് ആത്മാർത്ഥമായി അതിന് സ്വാഗതം ചെയ്യുകയും വേണ്ട സഹായങ്ങൾ അദ്ദേഹം നൽകുകയും ചെയ്യുകയാണ്. ആ രീതിയിലാണ് ഈ സംരംഭം ഇത്രയും വേഗം നമുക്കിവിടെ പരിപൂർത്തിയാക്കാൻ കഴിഞ്ഞത്. ET ടൈസൺ MLA, ആസ ഗ്രൂപ്പ് MD CP സാലിഹ് എന്നിവർ മുഖ്യാതിഥികളായി. നമ്മുടെ ആ മക്കളെല്ലാം പൊതുജനമധ്യത്തിൽ എല്ലാ ഫംഗ്ഷനിലും എല്ലാ പരിപാടികളിലും ആത്മാർത്ഥമായി പങ്കെടുപ്പിക്കുക എന്നാണ്, കൊണ്ടുവരിക എന്നൊക്കെയാണ്. അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള കുറവുകൾ അല്ലെങ്കിൽ അവരുടെ ശാഠ്യങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ കാണിച്ചാൽ ഒക്കെ ക്ഷമിക്കാനുള്ള വിശാലമായിട്ടുള്ള ബോധം നമുക്കുണ്ടാകുക എന്നാണ്. അല്ലെ, നമ്മളെല്ലാവരും കൂടെ ശ്രമിച്ചാലേ നടക്കുള്ളൂ. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള പല കേന്ദ്രങ്ങൾ ഉണ്ടാകുന്നത്, അതുകൊണ്ട് നമ്മുടെ സന്തോഷം ഉണ്ടാകുന്നതായിരുന്നു. അതാണ് ഞാനിവിടെ വരുന്നു എന്നുള്ളതിൻ്റെ പ്രാധാന്യം വീണ്ടും പറയുന്നത്. 80-ലേറെ കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. ഞാനിവിടെ ചോദിച്ചു, നമ്മുടെ അഹമ്മദ് അനസ് മൗലിയോട് ചോദിച്ചു, ഇവിടെ ഈ 80 പേര് മാത്രമേ നമ്മുടെ ഈ പഞ്ചായത്തിൽ, അപ്പോൾ ഇല്ല 200 പേരെങ്കിലും ഉണ്ടെന്ന് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ അവരെ മുഴുവൻ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു സാധാരണക്കാരായിട്ടുള്ള മക്കൾക്കത്, അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ ഇതുപോലെ ഒരു കുട്ടി ഉണ്ടായാൽ ഉണ്ടാകുന്ന ദുരിതം ഒന്ന് ആലോചിച്ചു, ഒരു പ്രശ്നം ഒന്ന് ആലോചിച്ചു. മാത്രമല്ലല്ലോ, ചിലപ്പോഴും ഈ രക്ഷിതാക്കൾക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്നറിയോ? എൻ്റെ മരണം കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എൻ്റെ മരണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉറപ്പുള്ളൊരു സംഗതിയാണല്ലോ, അത് കഴിഞ്ഞാൽ ഈ കുട്ടികൾ ഞാൻ എന്ത് ചെയ്യും എന്നല്ല വേവലാതി എന്ന് പറയുന്ന ചെറുതാണ്. എന്ത് ചെയ്യും എൻ്റെ കുട്ടികളെ, അല്ലേ? കുട്ടികൾ ചിലപ്പോൾ വലിപ്പം, അവരുടെ രീതി, അവരുടെ സ്വഭാവം ഒക്കെ കൂടെ വെച്ചിട്ട് എങ്ങനെ അവർ മുന്നോട്ട് പോകുമെന്ന് പറയുന്ന വലിയ വിഷമം അവർ ഉള്ളിൽ ഒതുക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവരെ സംരക്ഷിക്കാനുള്ള ഏത് തരം പ്രവർത്തനവും എനിക്ക് തോന്നുന്നു ഇവിടെ ശ്രീ ജബ്ബാർ എടുത്ത ഹോട്ട്ബാക്കിന് ജബ്ബാർ എടുത്ത ഇപ്പോൾ അദ്ദേഹം ഒരു നല്ല, എത്രയോ മനോഹരമായിട്ടുള്ള ഒരു കെട്ടിടം ഇപ്പോൾ നിർമ്മിച്ചു വരികയാണ്. നല്ലവണ്ണം സംഖ്യ, ലക്ഷക്കണക്കിന് സംഖ്യ അദ്ദേഹത്തിന് ചിലവായിട്ടുണ്ടാവുമെന്നും അറിയാം. പക്ഷേ എനിക്ക് കുറേ നാളുകൾക്കായി അദ്ദേഹത്തിന് അറിയുന്നതുകൊണ്ട് ഏത് നല്ല പ്രവർത്തനം വന്നാലും ഒരു ചെറിയ തുടങ്ങി ഏറ്റവും വലുത് വരെ നൽകാൻ ഒരു പ്രയാസമില്ലാത്ത ആളാണ്. നമ്മുടെ ഇസ്ലാം സംഘടനകളിൽ പല സംഘടനകളിലും എല്ലാ സംഘടനകളും ഒത്തൊരുമിച്ച് ഇങ്ങനെ ഒരേ കാര്യങ്ങൾ ചെയ്യുന്ന എല്ലാ സംരംഭത്തിനും, പ്രത്യേകിച്ച് ഇങ്ങനത്തെ കുറച്ച് അംഗവൈകല്യങ്ങളുള്ള നമ്മളുടെ പ്രിയ മക്കൾ, അവർക്ക് വേണ്ടി ചെയ്യുന്ന ഈ സംരംഭം, അതിനുവേണ്ടി നമ്മളുടെ കുടുംബാംഗങ്ങളും നമ്മളുടെ എല്ലാ സുഹൃത്തുക്കളും എല്ലാ സഹോദരന്മാരും കൈയഴിഞ്ഞ് നമ്മൾ കൊണ്ടാവും വിധം ചെയ്യുന്നത്.
ഉനൈസ് പാപ്പിൻശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി. അഹമ്മദ് അനസ് മൗലവി, ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ്, ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ UAE ജനറൽ സെക്രട്ടറി PA ഹുസൈൻ, ആസിം വെളിമണ്ണ, കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി, ഹിറ സ്കൂൾ ചെയർമാൻ PA അബ്ദുൽ ഗഫൂർ, ഡോക്ടർ അബ്ദുൽ ഹസീബ് മദനി, നിസാർ, ഷാഫി മജീദ്, റസീന ഷാഹുൽ ഹമീദ്, EK ഇബ്രാഹിം കുട്ടി മൗലവി, PK അബ്ദുൽ ജബ്ബാർ മൗലവി, TK അബ്ബാസ്, KA ഖബീർ ബുസ്താനി തുടങ്ങിയവർ സംസാരിച്ചു. എൻ്റെ പ്രിയ കൂട്ടുകാരെ ചേർത്ത് കുളിക്കാൻ വേണ്ടിയിട്ട് അവർ കാണിച്ച ആ ഒരു മനസ്സാണ് യഥാർത്ഥത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ചിട്ടുള്ളത്. അവിടെ ഈ ഒരു വലിയ കെട്ടിടം അതിൻ്റെ പൂർണ്ണ ചെലവ് അല്ലേ ആ അബ്ദുൽ ജബ്ബാർക്കാർക്ക് എല്ലാവരും നല്ലൊരു കൈവെക്കാൻ പറ്റുമോ? യഥാർത്ഥത്തിൽ കേരളത്തിലെ വ്യത്യസ്ത ഇടങ്ങളിൽ നിന്ന് സവിശേഷമായ കഴിവുകളുള്ള നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. ഇന്നും അത് തുടരുന്നുണ്ട്. ഒരുപക്ഷെ സമൂഹത്തിൻ്റെ ഓരം ചേർക്കപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ വീടുകളിൽ തളച്ചിടപ്പെടുന്ന അവസ്ഥയിൽ നിന്ന് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഈ കഴിവുകളുള്ള മക്കളെ കൈപിടിച്ചു നിർത്തുക എന്നുള്ള ബാധ്യതയാണ് കരുണാഭവൻ ഇവിടെ നിർവഹിക്കുന്നത്. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ഓഫറുകളുടെ പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ. എല്ലാ ബ്രാൻഡഡ് സ്മാർട്ട് ഫോണുകൾ ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ, കൂടെ 0% EMI ആൻഡ് ക്യാഷ് ബാക്ക് ഓഫർ, ലോൺ ഫെസിലിറ്റിയും എക്സ്ചേഞ്ച് സൗകര്യവും. വേൾഡ് ക്ലാസ് ബ്രാൻഡ്സ് വിത്ത് ലേറ്റസ്റ്റ് മോഡൽസ്. തിരഞ്ഞെടുക്കുവാൻ ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ, ഓതറൈസ്ഡ് ടെക്നീഷ്യൻസ്, ലൈവ് സർവീസ് സെന്റർ, ബോട്ട്, സീബ്രോണിക്സ്, ടാർഗറ്റ് തുടങ്ങിയ പ്രമുഖ ആക്സസറീസുകളുടെ ഓതറൈസ്ഡ് ഡീലർ. സലാല മൊബൈൽസ് 3 പീടിക, യുവർ സ്മാർട്ട് ഫോൺ പാർട്ട്ണർ. You're watching True Line News.